അതിനെ ക്രോസ് ചെയ്യാറാകുമ്പോഴത്തേനും വലിയ മുട്ടന്മാരെയൊക്കെ കൊടുക്കും. ചിലപ്പോൾ 2-3 എണ്ണത്തിനെ കൊടുക്കും. പിന്നെ ചെന പിടിക്കാത്ത ആടുകളെ കൊടുക്കും. എന്തായാലും ഒരു വർഷം ഒരു 1.5 ലക്ഷം രൂപയുടെ ആടിനെ തന്നെ ഞാൻ കൊടുക്കും. ഞാൻ ഒരു ആടിന് 2 കുഞ്ഞുങ്ങളെയും കൂടെ ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. ചേച്ചി തന്നതാ. അത് പിന്നെ ഞാനിങ്ങനെ വിറ്റ് മുട്ടന്മാരധികം ആടുകളുണ്ടാവണേ. അതായത് കന്നാരപ്പോള ആടിന് കൊടുക്കണം. കന്നാരപ്പോള തിന്നോളും. ആട് ഒരു പാത്രം കൊടുത്താൽ മതി. അപ്പൊ തിന്ന് വയറ് പറഞ്ഞു. നമ്മളിന്ന് കാണാൻ പോകുന്ന വിജയമ ചേച്ചിയുടെ ആട് വളർത്തലാട്ടോ. ഇവിടെ 11 ആടുണ്ട് അല്ലേ ചേച്ചി? അതെ, 11 ചേച്ചിയുടെ ആടുകള്. ആട് വളർത്താൻ തുടങ്ങിയിട്ട് ഞാൻ 8 വർഷമായി. ഈ ആട് പാത്തു ഇത് പ്രസവിച്ചിട്ട് 2 മാസമായി. ഇത് ഏതിന്റെ കുട്ടിയാ? ഇത് ഈ പാത്തുവിന്റെ കുട്ടിയാണ്. ഇപ്പൊ പശു വളർത്തന്റെ കൂടെ ഇത് പശു വളർത്തന്റെ കൂടെ ഇതൊന്നും വളർത്താൻ നല്ലതാ വെച്ചാൽ ആ തീറ്റ ഇതിനും കൊടുത്ത് പശുവിന്റെ തീറ്റയും കൊടുത്താൽ മതി ഇതിനൊക്കെ. പിന്നെ ഇത് ഉണ്ണിക്കുട്ടൻ. ആടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും പേരുണ്ട്. പിന്നെ ലില്ലി, പിന്നെ മേരി, പിന്നെ പാർക്കുട്ടി, അങ്ങനെ എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. എത്ര ആടിൽ നിന്ന് തുടങ്ങിയപ്പോ? ഞാൻ ഒരു ആടിന് 2 കുഞ്ഞുങ്ങളെയും കൂടെ ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. ചേച്ചി തന്നതാ. അത് പിന്നെ ഞാനിങ്ങനെ വിറ്റ് മുട്ടന്മാരധികം ആടുകളുണ്ടാവണേ. അപ്പൊ അതിനെ കൊടുത്തു ഞാൻ പാല് കൊടുക്കണ്ട്. ആട്ടുപാല് വിൽക്കുന്നുണ്ട്. ആട്ടുപാല് കൊടുക്കണം ആരോണ്ട്. പിന്നെ വലിയ മുട്ടന്മാരെ കൊടുത്തിട്ട് പെട്ടകളെ വാങ്ങിച്ച് അങ്ങനെ പാല് കൊടുക്കും. ഇവിടെ ഇതുപോലെ നമ്മള് ആണുങ്ങളാണ് കൂടുതൽ ഇവിടെ ആണുങ്ങളുണ്ടാവും. ഒരു ഇവിടെ തന്നെ ക്രോസ് ചെയ്യണാറുണ്ട്. 3 കുഞ്ഞൊക്കെ ഉണ്ടാവും. 3 കുഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ആടുവളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആടിന് കന്നാരപ്പോള കൊടുക്കും, പുല്ല് മുറിച്ച് കൊടുക്കും, പ്ലാവല. അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് തീറ്റ അന്വേഷിക്കണ്ട. പിന്നെ ഗോതമ്പ് തവിടും തിരിയും കൊടുക്കും. കേസ് തിരിയും കൊടുക്കും. മലബാറി ആടുകൾ. യമുനാപ്പേരി. അതിനെ കറക്കണ്ട. ഈ വെള്ളേനും കറക്കണ്ട. അതിന് ഒരു 1.5 ലിറ്റർ കിട്ടും. ഇതിനും കിട്ടും 1.5 ലിറ്റർ. ആ വീടുകളിൽ കൊടുക്കും. ഞാൻ 110 രൂപയ്ക്ക് വിൽക്കണേ 1 ലിറ്റർ പാലിന്. വാങ്ങിക്കും. ഇഷ്ടംമാതിരി ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. ഈ പശുവും പാലിന്റെ കൂടെ തന്നെ ആട്ടുംപാലും ചെലവായി പോകും. എനിക്ക് ചെലവായി പോകും. അത് നല്ല കാര്യമാണ്. കാരണം വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പൊ ചേച്ചി ആട്ടിൻകാട്ടം വിൽക്കുന്നുണ്ട്. അവിടെയാണ് ചാക്കിൽ നിറച്ചിട്ടുണ്ട്. ഇത് എത്ര രൂപ ചേച്ചി വിൽക്കുന്നത്? ഒരു ചാക്ക ആട്ടിൻകാട്ടത്തിന് 200 രൂപയ്ക്ക് കൊടുക്കും. അടിച്ചു വാരി വെച്ച് 200 രൂപയ്ക്ക് കൊടുക്കും. ഇവിടെ അടുത്തുള്ളവർ വന്ന് വാങ്ങിക്കും. ഇപ്പൊ ഒരു 10 ചാക്കിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി സാധാരണ നമ്മള് എല്ലാവരെക്കാളും കുറച്ചേ കൊടുക്കണുള്ളൂ. ഞാൻ പാല് കൊടുക്കുന്ന വീട്ടിൽ തന്നെയാണ്. പശു ചാണകപ്പൊടിയും കൊടുക്കും, ആട്ടുംകാട്ടം കൊടുക്കും. അപ്പൊ ഒത്തിരി വില വാങ്ങിക്കാറില്ല. നമ്മുടെ സാധനം വിറ്റ് പോകണം. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇടയ്ക്ക് നല്ല വിലക്ക് സാധനങ്ങൾ വിറ്റ് പോകണം. അതാണ് നമ്മൾ അധികം നോക്കണം. ലാഭം നോക്കിയിട്ട് ഒരുപാട് സ്റ്റോക്ക് വെക്കണ്ടല്ലോ. ഇത് ഏറ് കയറാൻ എളുപ്പം. ഏറ് കയറാൻ എളുപ്പമുണ്ട്. അതിനാണ് ഇങ്ങനെ പണിതാണ്. പിന്നെ ഓടി കിടക്കാം, കുഞ്ഞുങ്ങൾക്ക് ഓടി കിടക്കാം. പിന്നെ പുറത്തു കൊണ്ട് കെട്ടില്ല ആടുകളെ പുറത്ത് കെട്ടില്ല. പുല്ലൊക്കെ മുറിച്ചുകൊണ്ട് കൊടുക്കുള്ളൂ. പുറത്ത് കൊണ്ട് കെട്ടിയ വെയിലാണ്. പിന്നെ ഈ കനാൽ മണ്ടയിലൊക്കെ കിട്ടുമ്പോൾ വണ്ടി പ്രശ്നം. പിന്നെ ഈ എല്ലാ ആടുകളെയും കൂടെ കൊണ്ട് കെട്ടി കഴിയുമ്പോൾ അതൊരു വിഷയാവും. അങ്ങനെ പ്രശ്നം വരും. അതായത് കന്നാരപ്പോള ആടിന് കൊടുക്കണം. കന്നാരപ്പോള തിന്നോളും. ആട് ഒരു പാത്രം കൊടുത്താൽ മതി. അപ്പൊ തിന്ന് വയറ് പറഞ്ഞു. പ്ലാവിലേക്കാളും നന്നായിട്ട് തിന്നും. പ്ലാവില വെട്ടാൻ പോവും. അതിൽ നന്നായിട്ട് തിന്നും കന്നാരപ്പോള. അത് ശീലമായി. ഡെയിലി മിഷ്യത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും നുള്ളി കിടക്കണം. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഈ കൂടൊക്കെ പണിതേക്കണേ കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ പണി തന്നെയാ. ഞാനും എൻ്റെ ചേച്ചിമാരും കൂടെ വരും. അവർക്ക് പണിയില്ലാത്ത ദിവസം വരും. എന്നിട്ട് ഞങ്ങൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ദിവസത്തെ പണിക്ക് ഒരാളെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മളും കൂടണം. 1000 രൂപ അവർക്ക് കൊടുക്കണം. അപ്പോൾ ചേച്ചിമാർ അവരെ ഇങ്ങോട്ട് വരും. പുല്ല് കടാനും കൂടും. എല്ലാത്തിനും സഹായിക്കും. പിന്നെ കറവയും പാല് കൊടുക്കലും ഞാൻ അങ്ങനെ വരാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ ചേച്ചിയുടെ പേരെന്താ? ചേച്ചി ഇതാണ് ഒരു ചേച്ചി അല്ലേ? ഇന്ന് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കാൻ വേണ്ടി. അപ്പൊ ഈ ചേച്ചിയുടെ അടുത്ത് നിന്നാണ് ഒരാടിനെ വാങ്ങിച്ചല്ലേ? അതാണ് തുടക്കം. ശാന്ത അല്ലേ ആ ചേച്ചിയുടെ പേര്? ഇവിടെ ഒരു കുഞ്ഞിക്കിട. അതെ, മടി കയറിയിരിക്കാൻ വന്നാ അപ്പൊ കൊച്ചിരിക്കല്ലേ. ചേച്ചി എങ്ങനെയാ ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? രാവിലെ ആടിനെ കറക്കും. അപ്പം തന്നെ കുഞ്ഞുങ്ങളെ അയച്ചുവിടൂല. ഒരു 10-11 മണിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ അയച്ചുവിടും. അപ്പോൾ അതുങ്ങൾക്ക് വയറ് നിറച്ച് പാൽ കുടിക്കാൻ കിട്ടും. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞാൻ കൂട്ടി കയറ്റിടും. അങ്ങനെ ചെയ്യുമ്പോൾ വയറ് എപ്പോഴും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടിന് പെട്ടകൾക്ക് തിന്നാനും ഒരു ബുദ്ധിമുട്ട് വരും.
അതുപോലുണ്ട് അങ്ങനെ. അപ്പോൾ ആ വയറ് നിറച്ച് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെ ശല്യം ചെയ്യില്ല. ആയ 15-ാം ദിവസം വിരക്ക് മരുന്ന് കൊടുക്കും. വിരക്ക് മരുന്ന് കൊടുക്കും. പിന്നെ എപ്പോഴും തള്ളയുടെ കൂടെ പാല് കുടിക്കാൻ വിടാത്ത കാരണം കൊണ്ട് തിന്നോളും. 15 ദിവസം ആകുമ്പോഴത്തേനും ഇല കടിച്ചു തുടങ്ങും, തിന്നു തുടങ്ങും. അപ്പം ഇതൊക്കെ നന്നായിട്ട് തിന്ന് വെള്ളം കുടിച്ചു തുടങ്ങി. ഇത് 1 മാസം ആയുള്ളൂ. 1 മാസം ആയുള്ളൂ. അപ്പോൾ ചേച്ചി ആട് വിൽപ്പനയൊക്കെ എങ്ങനെയാ? ആട് മുട്ടന്മാരാണെങ്കിൽ ഒരു മുട്ടൻ വളർന്ന് അതിനെ ക്രോസ് ചെയ്യാറാകുമ്പോഴത്തേനും വലിയ മുട്ടന്മാരെയൊക്കെ കൊടുക്കും. ചിലപ്പോൾ 2-3 എണ്ണത്തിനെ കൊടുക്കും. പിന്നെ ചെന പിടിക്കാത്ത ആടുകളെ കൊടുക്കും. എന്തായാലും ഒരു വർഷം ഒരു 1.5 ലക്ഷം രൂപയുടെ ആടിനെ തന്നെ ഞാൻ കൊടുക്കും. ആടുകൾ 10-25 ഉണ്ടായിരുന്ന അപ്പോൾ കൊടുത്ത് ഇത്രയായി. ഈ ആടിന് 20,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിപ്പോ ഒരു വയസ്സായിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ 1 വയസ്സാവും. ഇപ്പൊ 2 പെട്ടയ്ക്ക് ക്രോസ് ചെയ്യാനുണ്ട്. എന്നിട്ടാണ് ഇത് കൊടുക്കുള്ളൂ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിജയമ്മ ചേച്ചിയുടെ ആട് വളർത്തലാട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യണേ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.